2013 പുറത്തിറങ്ങിയ ഒരു അടിപൊളി പ്രിസൺ എസ്കേപ്പ് മൂവിയായിട്ടുള്ള എസ്കേപ്പ് പ്ലാനാണ് നമ്മൾ ഇന്ന് കഥാലോകത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. അതിസാഹസികമായി ലോകത്തിലെ ഏറ്റവും സെക്യൂരിറ്റിയുള്ള ജയിലുകൾ ചാടിക്കടക്കുന്നയാളാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ. ഏറെക്കുറെ പറയുകയാണെങ്കിൽ കഥയിലെ നായകന്റെ ജോലിയും ഇതുതന്നെയാണ്. അല്ല, ജയിൽ ചാട്ടം ഒരു ജോലിയോ, എന്താണ് പറഞ്ഞതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. അത് നമുക്ക് വഴിയെ മനസ്സിലാകും. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ആസ്വദിച്ച ടെർമിനേറ്റർ മൂവി സീരീസിലെ നായകനായിട്ടുള്ള അർണോൾഡ് ഷ്വാസ്നെഗറും പിന്നെ റാംബോ എന്ന ഹിറ്റ് സിനിമയിലെ നായകനായിട്ടുള്ള സിൽവർസ്റ്റർ സ്റ്റാലോണും ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഈ ഒരു കഥയിലെ മെയിൻ കഥാപാത്രങ്ങൾ. നമ്മൾ സാധാരണ കാണാറുള്ള ആ ഒരു ജയിൽ ചാട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അടിപൊളി ജയിൽ ചാട്ടമാണ് ഈ ഒരു മൂവിയിലുള്ളത്. പിന്നെ കഥയുടെ അവസാനം പറയുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നല്ല അടിപൊളി ട്വിസ്റ്റും ടേണുകളുമുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് കൊളറാഡോ എന്ന രാജ്യത്തിലെ ഏറ്റവും സെക്യൂരിറ്റിയുള്ള ഫെഡറൽ പ്രിസൺ ആണ്. ആ രാജ്യത്തിലെ തന്നെ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള ഒരു ജയിലായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുക അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു വലിയ ജയിലിലെ ഒരു ജയിൽ പുള്ളിയാണ് നമ്മുടെ ഈ ഒരു കഥയിലെ നായകനായിട്ടുള്ള റേ. റേ എന്തിനാണ് ജയിലിൽ പോയതെന്നും അതിന്റെ കാരണങ്ങളൊന്നും നമ്മളെ ഇപ്പോൾ കാണിക്കുന്നില്ല, അത് വഴിയെ നമ്മൾ മനസ്സിലാക്കും. റേ എങ്ങനെ ജയിലിലായിരിക്കുന്ന സമയത്താണ് മറ്റൊരു തടവുപുള്ളി വന്ന് റേയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഒരു ജയിലിലെ വലിയ തടവുകാരനായിട്ടുള്ള ജാക്സ് റേയുമായിട്ടൊരു ഫൈറ്റ് നടത്താൻ തയ്യാറെടുക്കുകയാണ്. രഹസ്യമായിട്ട് അറിഞ്ഞ ഈ ഒരു കാര്യം ആ ഒരു തടവുകാരൻ റേയോട് പറയുകയായിരുന്നു. ഇങ്ങനൊരു ഫൈറ്റ് ഏതായാലും റേ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം റേയും ജാക്സുമായിട്ട് ജയിലിലെ ആ ഒരു കോമ്പൗണ്ടിൽ വെച്ച് തന്നെ ഫൈറ്റ് നടക്കുകയാണ്. എന്നാൽ റേയുടെ ഒരു കരുത്തിന്റെയും ആ ഒരു ബലത്തിന്റെ മുൻപിൽ ജാക്സിന് അധികം നേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആ ഒരു ഫൈറ്റിൽ ജാക്സ് ആണ് തോറ്റുപോകുന്നത്. ഫൈറ്റിന്റെ അവസാനം കുറെ പ്രിസൺ ഗാർഡ്സ് വന്ന് റേനെ അവിടെ നിന്ന് തൂക്കിക്കൊണ്ടു പോവുകയാണ്. സാധാരണ ഇങ്ങനൊരു ഫൈറ്റ് നടന്നു കഴിയുമ്പോൾ അതിന്റെ പണിഷ്മെന്റ് ആയിട്ട് ആ ഒരു ജയിൽ പുള്ളിയെ ഒരു ഇരുട്ട് മുറിയിലിട്ട് പണിഷ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ്. അതുപോലെ തന്നെ ഈ ഒരു ഫൈറ്റ് നടന്നതിന് റേയ്ക്കും ഒരു പണിഷ്മെന്റ് കൊടുക്കുകയാണ്. അവരുടെ ജയിലിലെ തന്നെ ഹൈ സെക്യൂരിറ്റിയുള്ള ആ ഒരു ചെറിയ ജയിലിലേക്ക് റേനെ മാറ്റി പാർപ്പിക്കുന്നു. ആ ഒരു ജയിൽ സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചെറുതാണ്. ആ ഒരു കുടിസുമുറിയിൽ ഒരു ജനലോ വായു സഞ്ചാരത്തിന് യാതൊരു സൗകര്യമോ ഒന്നും തന്നെ ഇല്ല. ആകപ്പാടെ അതിലുള്ളത് ഒരു ചെറിയ ടോയ്ലറ്റ് മാത്രമാണ്. പിന്നീട് 24 മണിക്കൂറും റേനെ നിരീക്ഷിക്കാനായിട്ട് സെക്യൂരിറ്റി ക്യാമറകളും പോലീസുകാരും ചുറ്റുമുണ്ടാകും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒന്ന് തിരിയാനോ മറിയാനോ ഒന്ന് അനങ്ങാൻ പോലും റേയ്ക്ക് സാധിക്കത്തില്ല. ജയിലിനുള്ളിൽ റേയ്ക്ക് ഉപയോഗിക്കാൻ കൊടുത്തത് ഒരു ബൈബിള് മാത്രമാണ്. അങ്ങനെ ദിവസങ്ങളോളം ആ ഒരു ജയിലിൽ കിടക്കേണ്ടി വന്നപ്പോൾ എങ്ങനെയും ഈ ഒരു ജയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുകയായിരുന്നു റേ ഇത്രയും നാളും. അതിനായിട്ട് ജയിലും അതിന്റെ സ്ട്രക്ചറും അതിന്റെ പരിസരവും എല്ലാം റേ നന്നായിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്തപ്പോഴാണ് റേയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്. അവനിരിക്കുന്ന ജയിലിന് ആ ഒരു പ്രിസണ് തൊട്ടടുത്തുള്ളത് അവിടുത്തെ ഒരു ഫയർ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവിടുത്തെ പ്രിസൺ ഗാർഡ്സിനെയും റേ നിരീക്ഷിക്കാൻ തുടങ്ങി. ജയിലിലെ ആ ഒരു പ്രിസൺ ഗാർഡ്സിനെ ഒബ്സർവ് ചെയ്തപ്പോൾ റേയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ട് അവന് ചുറ്റുമുള്ള പോലീസുകാരുടെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെ ഒരാഴ്ചയോളം റേ ആ ഒരു പോലീസുകാരെ നിരീക്ഷിച്ചപ്പോഴാണ് അവനൊരു പാറ്റേൺ, ഒരു റുട്ടീൻ മനസ്സിലായത്. ആ പോലീസുകാരെല്ലാവരും ദിവസത്തിൽ ഒരു നേരം ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവർ പുറത്തേക്ക് പോയി സിഗരറ്റ് വലിക്കും. അതും 7 മിനിറ്റ് മാത്രമാണ് അവർ ആ സിഗരറ്റ് വലിക്കാനായിട്ട് എടുക്കുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം റേ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ അവന് കിട്ടിയ ആ ഒരു ഇൻഫോർമേഷൻ എല്ലാം വെച്ച് റേ അവൻ ആ ജയിലിൽ ചാടാനുള്ള ആ ഒരു എസ്കേപ്പ് പ്ലാൻ തന്നെ അവൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. റേ അങ്ങനെ അവന്റെ പ്ലാനൊക്കെ ഉണ്ടാക്കിയെങ്കിലും പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ആ ഒരു വലിയ വാതിൽ കടക്കണം. ആ ഒരു വലിയ സെക്യൂരിറ്റി ഡോർ ആകട്ടെ ഒരു പാസ്കോഡ് വെച്ച് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നാൽ അത് ക്രാക്ക് ചെയ്യാനും റേയുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ദിവസവും അവന് ഭക്ഷണമായിട്ട് തരുന്ന ആ ഒരു മിൽക്കിന്റെ കവർ അവൻ എടുക്കുകയാണ്. അതിലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് അവൻ എങ്ങനെയൊക്കെയോ വേർതിരിച്ചെടുത്തു. അതിനുശേഷം പാസ്കോഡ് അടിക്കുന്ന ആ ഒരു നമ്പർ കീയിലേക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിൽ അവനത് പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു വെക്കുകയാണ്. അങ്ങനെ സെക്യൂരിറ്റി ഗാർഡ്സ് ആ ഒരു പാസ്കോഡ് അടിക്കുകയും അവർ പോയി കഴിയുമ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് എടുത്ത് അവരുടെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് അതിന്റെ പാറ്റേൺ എങ്ങനെയൊക്കെയോ മനസ്സിലാക്കി റേ ആ ഒരു പാസ്കോഡ് കണ്ടുപിടിക്കുകയാണ്. ഇതിന്റെ ഒക്കെ ഒപ്പം തന്നെ റേ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. ജയിലിന്റെ വെളിയിലുള്ള അവന്റെ സഹായികൾക്ക് അവനൊരു കത്ത് എഴുതുകയാണ്. ജയിലിൽ നിന്ന് അവൻ ചാടുന്ന ദിവസവും ആ ദിവസം 4 മണിക്ക് തന്നെ ജയിലിന് വെളിയിൽ ഒരു ഡിസ്ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നും റേ അവർക്കൊരു കത്തിലൂടെ എഴുതി അറിയിക്കുകയാണ്. അങ്ങനെ ആ ഒരു പ്രിസൺ എസ്കേപ്പ് ചെയ്യാനുള്ള ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ്. സെക്യൂരിറ്റി ഗാർഡ്സ് സിഗരറ്റ് വലിക്കാൻ പോയ ആ ഒരു 7 മിനിറ്റ് തന്നെയാണ് അവൻ അതിനായിട്ട് ഉപയോഗിച്ചത്. അവൻ മനസ്സിലാക്കിയ ആ ഒരു പാസ്കോഡും ഉപയോഗിച്ച് ആ വാതിൽ തുറന്ന് അവൻ എങ്ങനെ ആ ഒരു സെല്ലിന് വെളിയിലേക്ക് ഇറങ്ങി. അതിന്റെ തൊട്ടടുത്തുള്ള ഒരു AC വെന്റിലൂടെ അവൻ എങ്ങനെയൊക്കെയോ നുഴങ്ങി കയറി ആ ഒരു വെന്റ് എത്തിച്ചേരുന്ന ആ ഒരു ഫയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവൻ എങ്ങനെയൊക്കെയോ ഇറങ്ങി ചെല്ലുകയാണ്.
ഇതേ സമയത്ത് തന്നെയായിരുന്നു പുറത്തുള്ള റേയുടെ സഹായികൾ ഒരു ഡിസ്ട്രാക്ഷന് വേണ്ടി അവിടെ ഒരു ചെറിയ സ്ഫോടനം നടത്തിയത്. ഉടൻ തന്നെ ഫയർ ഡിപ്പാർട്ട്മെന്റിലുള്ള ഫയർഫോഴ്സും ആൾക്കാരും എല്ലാം അങ്ങോട്ടേക്ക് പാഞ്ഞു പോവുകയാണ്. ഫയർഫോഴ്സിന്റെ ആ ഒരു വണ്ടി എടുത്തതിന് തൊട്ടു പുറകെ തന്നെ റേയും ആ ഒരു വണ്ടിയിലേക്ക് ചാടി കയറി. ആരും കാണാത്ത രീതിയിൽ വണ്ടിയുടെ അടിഭാഗത്ത് റേ അങ്ങനെ പിടിച്ചു തൂങ്ങി നിൽക്കുകയായിരുന്നു. അങ്ങനെ വിജയകരമായിട്ട് റേ ആ ഒരു ജയിലിൽ നിന്ന് പുറത്ത് ചാടുകയാണ്. ഫയർഫോഴ്സിൽ അങ്ങനെ ജയിലിന് പുറത്ത് ചാടി കഴിഞ്ഞപ്പോൾ തന്നെ റേയുടെ കൂട്ടുകാരായിട്ടുള്ള അബിഗയിലും ഹഷും റേനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ അവസാനം റേനെ രക്ഷപ്പെടുത്തി അവിടെ ഉണ്ടായിരുന്ന ഫോൺ ബൂത്തിനടുത്ത് അവനെ ഡ്രോപ്പ് ചെയ്യുകയാണ്. ഇതേ സമയത്ത് തന്നെയായിരുന്നു റേ രക്ഷപ്പെട്ട വിവരമറിഞ്ഞ് പോലീസുകാരെല്ലാം നാട് ചുറ്റും അവനെ തപ്പിക്കൊണ്ടിരുന്നത്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് റേ അതാ ഫോൺ ബൂത്തിന് തൊട്ടരികിൽ നിൽക്കുന്നു. അങ്ങനെ ഉടൻ തന്നെ പോലീസുകാർ വന്ന് റേനെ അറസ്റ്റ് ചെയ്യുകയാണ്. റേനെ അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കിയിരുന്നപ്പോഴാണ് ലെസ്റ്റർ ക്ലർക്ക് എന്ന് പറയുന്ന വലിയൊരു ബിസിനസ്മാൻ ആ ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് വന്നത്. റേനെ അറസ്റ്റ് ചെയ്യില്ലെന്നും അവനെ വെറുതെ വിടണമെന്നുമായിരുന്നു ലെസ്റ്റർ ക്ലർക്ക് അവരോട് ഡിമാൻഡ് ചെയ്തത്. എന്നാൽ അയാൾ പറഞ്ഞതുപോലെ തന്നെ റേനെ വെറുതെ വിടുകയായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും റേ ആരായിരുന്നു എന്ന കാര്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. തൊട്ടടുത്ത സീനിൽ റേയും ലെസ്റ്റർ ക്ലർക്കും ആ ഒരു ജയിലിന്റെ പ്രിസൺ ഹെഡുമായിട്ട് മീറ്റ് ചെയ്യുകയാണ്. റേ യഥാർത്ഥത്തിൽ ഒരു തടവുപുള്ളിയല്ല. ജയിലിന്റെ സെക്യൂരിറ്റിയും ജയിലിലുള്ള തടവുപുള്ളികൾ ജയിലിൽ ചാടാനുള്ള ആ ഒരു സാധ്യതകളെല്ലാം വിലയിരുത്തുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ റേ. റേയുടെ യഥാർത്ഥ പണി എന്തെന്നാൽ ഓരോ ജയിലിലും ഒരു തടവുപുള്ളിയായിട്ട് അവൻ എങ്ങനെയെങ്കിലുമൊക്കെ കയറി പറ്റും. കുറച്ചുനാൾ അവിടെ തങ്ങിയതിനു ശേഷം ഒരു വിധത്തിൽ അവൻ ആ ജയിലിൽ ചാടും. അങ്ങനെ ആ ഒരു ജയിലിലെ പോരായ്മകളും സെക്യൂരിറ്റി പ്രോബ്ലംസ് എന്താണെന്നൊക്കെ റേ നന്നായിട്ട് വിലയിരുത്തും. അതിനുശേഷം ആ ഒരു പ്രിസണെയും അതിന്റെ ഹെഡിനെയും ഈ ഒരു വിവരം അറിയിച്ച് അവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം റേ പറഞ്ഞു കൊടുക്കുകയാണ്. റേയും ലെസ്റ്ററും ഇങ്ങനൊരു ബിസിനസ്സാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത്. റേ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു പ്രിസൺ ഹെഡ് യഥാർത്ഥത്തിലൊന്ന് ഞെട്ടിപ്പോയി. മാത്രമല്ല അവരുടെ ജയിലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് റേ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ റേ ചെയ്ത ഈ ഒരു കാര്യത്തിൽ അയാൾ നന്നായിട്ട് ഇംപ്രസ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ അയാളും റേയോട് ഒരുപാട് നന്ദി പറയുകയാണ്. റേയും ലെസ്റ്ററും അങ്ങനെ ആ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അങ്ങനെ 5 മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് റേ അവന്റെ ആ ഒരു കമ്പനിയിലേക്ക് കയറി ചെല്ലുന്നത്. കമ്പനിയിലേക്ക് കയറി ചെന്ന ഉടനെ തന്നെ റേ അവന്റെ കൂട്ടുകാരായിട്ടുള്ള അബിഗയിലും ഹഷുമായിട്ട് അവൻ കുറെ നേരം സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് റേയുടെ ബിസിനസ് പാർട്ണറായിട്ടുള്ള ലെസ്റ്റർ ഷെഡ്യൂൾ ചെയ്ത ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി റേനെ ക്ഷണിച്ചത്. ഇപ്പോൾ റേയും ലെസ്റ്ററും നടത്താൻ പോകുന്ന ഈ ഒരു മീറ്റിംഗ് CIA എന്ന ഏജൻസിയുടെ ഒരു ഏജന്റ് ആയിട്ടുള്ള ജെസിക്ക മില്ലറുമായിട്ടാണ്. ജെസിക്കയുമായിട്ട് അങ്ങനെ മീറ്റിംഗ് നടത്തിയപ്പോൾ റേയോട് അവളുടെ ആവശ്യം എന്താണെന്ന് തുറന്നു പറയുകയാണ്. അവരുടെ ഒരു ജയിലിന് വേണ്ടി ആ ജയിലിലെ എസ്കേപ്പ് ലൂപ്പുകളെല്ലാം കണ്ടുപിടിക്കണം. അതായത് ജയിലിൽ ഒരു ജയിൽ പുള്ളിയായിട്ട് കയറി ചെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസുകളും പഴുതുകളും അത് എത്രത്തോളമാണെന്ന് കണ്ടുപിടിക്കണം. അതാണ് ജെസിക്കയ്ക്ക് റേ കൊണ്ടുള്ള ആവശ്യം. എന്നാൽ ഈ ഒരു ആവശ്യത്തിന്റെ കൂടെ തന്നെ ജെസിക്ക ഒരു കണ്ടീഷനും അവനോട് പറഞ്ഞു. റേ പോകാൻ പോകുന്ന ആ ഒരു ജയിലിന്റെ ലൊക്കേഷനും അതിന്റെ പേരോ ഒന്നും തന്നെ റേയോട് പറയത്തില്ലായിരിക്കും. അതായത് ജയിലിനെ പറ്റി പോലും ഒന്നും അറിയാതെ വേണം റേ ആ ഒരു ജയിലിൽ ഒരു ജയിൽ പുള്ളിയായിട്ട് കയറി ചെല്ലാൻ. എന്നാൽ ജെസിക്കയുടെ ഈ ഒരു കണ്ടീഷൻ കേട്ടപ്പോൾ റേ ആദ്യമേ തന്നെ അതൊന്ന് നിരസിക്കുകയായിരുന്നു. പിന്നീട് ലെസ്റ്ററുമായിട്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി നന്നായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഡീല് എഗ്രി ചെയ്യാനായിട്ട് റേ അങ്ങനെ സമ്മതിക്കുകയാണ്. ഈ ഒരു മിഷൻ ചെയ്തു കഴിഞ്ഞാൽ റേ വിചാരിക്കുന്നതിലും അധികമായിട്ട് കോടിക്കണക്കിന് രൂപയാണ് അവന്റെ കയ്യിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ടപ്പോഴാണ് റേ അങ്ങനെ അവസാനം സമ്മതിച്ചത്. ആ ഒരു ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് റേ ഫേക്ക് ആയിട്ട് ഒരു ഐഡന്റിറ്റി സ്വീകരിക്കണം. ടെററിസ്റ്റ് ആയിട്ടുള്ള ആന്റണി പോർട്ടോസ് എന്ന ആ ഒരു ഫേക്ക് ഐഡന്റിറ്റിയിലാണ് റേ കയറി ചെല്ലാനായിട്ട് തീരുമാനിച്ചത്. അതിനാവശ്യമായിട്ടുള്ള പാസ്പോർട്ടും ഫേക്ക് ഡീറ്റെയിൽസും എല്ലാം അവർ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ റേ ജയിലിൽ പോകേണ്ട ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ്. ജയിലിൽ പോകുന്നതിന് തൊട്ടു മുൻപ് റേയുടെ കൂട്ടുകാരായിട്ടുള്ള അബിഗയിലും ഹഷും റേനെ ട്രാക്ക് ചെയ്യാനായിട്ട് അവന്റെ കയ്യിൽ ഒരു ട്രാക്കർ ഇംപ്ലാന്റ് ചെയ്യുകയാണ്. ലൊക്കേഷൻ റേ അറിയരുതെന്നുണ്ടെങ്കിലും റേനെ ഒന്ന് നിരന്തരമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ടാണ് അവർ അങ്ങനെ ചെയ്തത്. അങ്ങനെ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് റേ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് കുറെ പേർ ചേർന്ന് റേനെ ബലം പിടിച്ച് അവനെ തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോയവരാകട്ടെ റേയുടെ കയ്യിൽ ഇംപ്ലാന്റ് ചെയ്ത ആ ഒരു ട്രാക്കർ വലിച്ചു പറിച്ചെടുക്കുകയാണ്. അതായത് നിലവിൽ റേ എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ പോലും ഇനി കഴിയത്തില്ല. റേനെ ബോധം കെടുത്തിയതിനു ശേഷം അവർ അങ്ങനെ റേനെ കൊണ്ട് മുൻപോട്ട് യാത്ര തുടരുകയാണ്. എന്നാൽ റേ കണ്ണു തുറന്നു നോക്കിയപ്പോൾ റേ ഇപ്പോൾ വലിയൊരു ജയിലിലായിരുന്നു. ലൊക്കേഷനോ സ്ഥലമോ ഒന്നും അറിയാത്ത ഏതോ ഒരു ജയിലിലാണ് റേ ഇപ്പോൾ. ആ ഒരു ജയിലിന്റെ പ്രത്യേകത എന്തെന്നാൽ ഒരു ഭിത്തി കൊണ്ട് ഓരോ സെല്ലും വേർതിരിക്കുന്നതിന് പകരം ഓരോ ഗ്ലാസ് വാളും കൊണ്ടാണ് ഓരോ സെല്ലും വേർതിരിച്ചിരിക്കുന്നത്. അതായത് നിൽക്കുന്ന നിൽപ്പിൽ തന്നെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഓരോ ജയിൽ പുള്ളികളെ കാണാൻ സാധിക്കും. റേ ആകട്ടെ കുറച്ച് ഭയത്തോടെയും ആശ്ചര്യത്തോടെയുമാണ് ആ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നിന്നത്. റേ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ അവൻ കാണുന്നത് ജയിലിൽ പെട്ടുപോയ കുറേയേറെ ആൾക്കാരെയാണ്.
അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് പ്രിസൺ ഗാർഡ്സ് എല്ലാം ചേർന്ന് ഇവനെ കൂട്ടിക്കൊണ്ട് പ്രിസന്റെ ഹെഡായിട്ടുള്ള മോറിസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ മോറിസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മോറിസ് സ്വന്തം പേര് പറഞ്ഞ് അവനെ പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ മോറിസ് എന്ന ആ ഒരു പേര് കേട്ടപ്പോൾ റേ ആദ്യം സംശയിക്കുകയായിരുന്നു. കാരണം മുൻപ് നമ്മൾ കണ്ട ആ ഒരു CIA ഏജന്റ് പ്രിസന്റെ ഹെഡ് എന്ന് പറഞ്ഞ പേര് മാർഷ് എന്ന മറ്റൊരു പേരായിരുന്നു. ഈ രണ്ട് പേരുകളും ഒത്തുപോകുന്നില്ല എന്ന് റേക്ക് തോന്നി. അതുകൊണ്ട് സംശയം തോന്നിയപ്പോൾ റേ അവൻ ഉപയോഗിക്കാറുള്ള ആ ഒരു എമർജൻസി കോഡ് മോറിസിനോട് അവൻ തുറന്നു പറയുകയാണ്. അതായത് ഇങ്ങനെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ പുറത്തേക്ക് അവന് പോകണമെങ്കിൽ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള ഒരു എമർജൻസി കോഡായിരുന്നു അത്. എന്നാൽ ഈ ഒരു കോഡ് പറഞ്ഞിട്ടും അത് കേട്ടിട്ട് മോറിസ് യാതൊരു മൈൻഡ് കാണിക്കുകയോ അവന് യാതൊരു പരിഗണന കാണിക്കുകയോ പോലും ചെയ്തില്ല. ഇതേ സമയത്ത് പുറത്ത് അബിഗേലും ഹഷുമാകട്ടെ റേയുടെ ആ ഒരു ട്രാക്കർ ഉപയോഗിച്ച് അവൻ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുകയാണ്. പക്ഷെ അവരെ കൊണ്ടാകുന്നില്ല. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ റേനെ തിരികെ അവന്റെ ജയിലിൽ ലോഗ് ചെയ്യുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ജയിലിലുള്ള എല്ലാവരെയും ബാബിലോൺ ഏരിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടേക്ക് കൊണ്ടുപോകുന്ന ഈ ഒരു സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാം മാസ്ക് ഒക്കെ ധരിച്ച് യാതൊരു തരത്തിലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു പ്രിസൺ ഗാർഡ്സ് എല്ലാവരും. ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ആ ഒരു സെക്യൂരിറ്റി ഗാർഡ്സിന് അവർക്ക് താല്പര്യമില്ലാത്തവരെയും അവർക്ക് പലപ്പോഴായിട്ടും ദേഷ്യം തോന്നുന്നവരോട് അവർ നന്നായിട്ട് തല്ലും. അങ്ങനെ ആ ഒരു സ്ഥലത്ത് പെട്ടുപോയ റേയുടെ അരികിലേക്കായിരുന്നു നമ്മുടെ കഥയിലെ മറ്റൊരു നായകനായിട്ടുള്ള എമിൽ വരുന്നത്. എമിൽ അങ്ങനെ തൻ്റെ പേരും പറഞ്ഞ് റേയുമായിട്ട് പരിചയപ്പെടുകയാണ്. അങ്ങനെ പരിചയപ്പെട്ട് വന്നപ്പോഴാണ് എമിൽ റേയോട് ഒരു കാര്യം പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ഒരു പ്രിസൺ അതൊരു സ്പെഷ്യൽ പ്രിസൺ ആണ്. ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നതിനേക്കാൾ ഉപരി ഇവിടെ വെച്ച് മരണപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കണം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ക്രിമിനൽ ആയതുകൊണ്ട് ഞാൻ ഇവിടെ പെട്ടുപോയതല്ല. എൻ്റെ ബോസിന് എന്നെ ഇഷ്ടപ്പെടാതെ എന്നോടുള്ള പ്രതികാരം വീട്ടാനായിട്ട് എന്നെ ഇവിടെ കൊണ്ടുപോയി അടച്ചിട്ടതാണ്. എമിൽ എങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് റേക്കും അവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാം അവസ്ഥ മനസ്സിലായത്. അവരാരും ക്രിമിനൽസ് അല്ല. ആ നാട്ടിലുള്ള ചില പണക്കാരാകട്ടെ അവരുടെ ശത്രുക്കളെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി അവരായിട്ടുണ്ടാക്കിയ ഒരു വലിയ പ്രിസണാണിത്. ഏറെക്കുറെ ജയിലിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ റേ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. ഈ ഒരു ജയിലിൽ ആരൊക്കെയോ ചേർന്ന് അവനെ പെടുത്തിയതാണ്. ഈ ഒരു ജയിലിൽ നിന്ന് എങ്ങനെയും പുറത്തു ചാടണം, അതായിരുന്നു റേയുടെ മനസ്സിലുണ്ടായിരുന്നത്. റേ ആകട്ടെ ഈ ഒരു കാര്യം തന്നെ എമിലിനോട് പറയുകയാണ്. എമിലും കട്ടയ്ക്ക് അവന്റെ കൂടെ നിൽക്കാമെന്ന് ഉറപ്പ് നൽകി. അങ്ങനെ റേ അവന്റെ പ്ലാൻ എമിലിനോട് പറയുകയാണ്. സാധാരണ എല്ലാ ജയിലിലും ഉള്ളതുപോലെ തന്നെ ഒരു ഐസൊലേഷൻ ഏരിയ ഈ ഒരു ജയിലിലുമുണ്ട്. ജയിലിൽ അടിപിടി ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്ന ഒരു ടോർച്ചർ ഏരിയയാണ് ഈ ഒരു ഐസൊലേഷൻ ഏരിയ. എങ്ങനെയും ആ ഒരു സ്ഥലത്ത് ആ ഒരു മുറിയിൽ എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒരു വഴി ഉണ്ടാക്കാമെന്ന് റേ മനസ്സിലാക്കി. അങ്ങനെ റേയുടെ പ്ലാൻ പോലെ തന്നെ റേയും എമിലും പരസ്പരം അവിടെ വെച്ച് തന്നെ ഫൈറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഇരുവരും ഫൈറ്റ് ചെയ്യുന്നത് ഇവരുടെ പ്രിസൺ വാർഡനാകട്ടെ ക്യാമറയിൽ കൂടെ നോക്കി കാണുകയായിരുന്നു. ഫൈറ്റ് കഴിഞ്ഞപ്പോഴേക്കും സെക്യൂരിറ്റി ഗാർഡ്സ് രണ്ടുപേരെയും തൂക്കിയെടുത്ത് ഐസൊലേഷൻ ഏരിയ ഇട്ട് പൂട്ടിയിട്ടു. സാധാരണ കാണുന്നത് പോലത്തെ ഒരു ഐസൊലേഷൻ ഏരിയ അല്ലായിരുന്നു അത്. സാധാരണ ഒരു മനുഷ്യന് സഹിക്കാവുന്നതിലും അധികം ചൂടായിരുന്നു ആ ഒരു മുറിയിൽ ഉണ്ടായിരുന്നത്. ഹാലജൻ ബൾബ് കൊണ്ട് ചുറ്റപ്പെട്ട ആ ഒരു ചെറിയ മുറിയിൽ ഒന്ന് തലയുയർത്തി നോക്കാൻ പോലും ആർക്കും സാധിക്കത്തില്ല. അങ്ങനെ ഒരു ടോർച്ചർ മുറിയിലാണ് എമിലിനെയും റെയിനെയും അവർ ലോക്ക് ചെയ്തു വെച്ചത്. ജയിലിലായിരുന്നപ്പോഴും രണ്ടുപേരെയും ആ ഒരു പ്രിസൺ വാർഡൻ ക്യാമറയിൽ കൂടെ നോക്കി നിരീക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും റേയുടെ ആരോഗ്യം പരിശോധിക്കാനായിട്ട് കൈർ എന്ന പേരുള്ള ഒരു ഡോക്ടർ അവന്റെ മുറിയിലേക്ക് കയറി വരികയാണ്. ഡോക്ടർ കൈറിന് റേയുടെ അവസ്ഥ കണ്ടിട്ട് അവനോട് സഹതാപവും അല്പം സിമ്പതിയും തോന്നിയിരുന്നു. ഈ ഒരു കാര്യം മനസ്സിലാക്കിയ റേ ആകട്ടെ താനിപ്പോൾ ഉള്ള ഈ ഒരു ജയിലിന്റെ ലൊക്കേഷൻ ഏതാണെന്ന് റേ ആ ഒരു ഡോക്ടറിനോട് ചോദിച്ചു. എന്നാൽ ഡോക്ടർ ആ ഒരു ലൊക്കേഷൻ മാത്രം അവനോട് പറഞ്ഞു കൊടുത്തില്ല. എന്നാലും ഡോക്ടർക്ക് തന്നോടൊരു സിമ്പതി ഉണ്ടെന്നുള്ള കാര്യം റേ നോട്ട് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ടോർച്ചർ ചാമ്പറിൽ നിന്ന് രണ്ടുപേരെയും റിലീസ് ചെയ്യുകയാണ്. ടോർച്ചർ ചാമ്പറിൽ നിന്ന് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ റേ എമിലിനോട് സംസാരിച്ചു. ടോർച്ചർ ചേമ്പറിലായിരുന്നപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. ടോർച്ചർ ചേമ്പറിന്റെ ആ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് അലുമിനിയത്തിന് പകരം ഒരു സ്റ്റീൽ ഉപയോഗിച്ചാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ആ ഒരു ബോൾട്ട് അഴിക്കാൻ പറ്റുകയാണെങ്കിൽ നിസ്സാരമായിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് റേ എമിലിനോട് പറഞ്ഞു. പക്ഷേ ആ ഒരു ബോൾട്ട് അഴിക്കണമെങ്കിൽ ആ ഒരു സ്റ്റീലിന്റെ റിവറ്റ് ഊരിയെടുക്കണമെങ്കിൽ മെറ്റൽ പോലെ ഒരു പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമായിട്ട് വരും. അങ്ങനെ ഒരു സാധനം കിട്ടുകയാണെങ്കിൽ നിസ്സാരമായിട്ട് നമുക്കത് ഊരിയെടുക്കാമെന്ന് റേ എമിലിനോട് പറയുകയാണ്. ഈ ഒരു കാര്യം കേട്ടപ്പോൾ റേനെ സഹായിക്കാൻ എമിൽ തയ്യാറാണെന്ന് അവൻ റേയോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രിസൺ വാർഡൻ എമിലിനെ വിളിച്ചു വരുത്തുന്നത്. എമിലിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ടായിരുന്നു പ്രിസൺ വാർഡൻ അവനെ വിളിച്ചു വരുത്തിയത്. എന്നാൽ അയാളുടെ ആ ഒരു ചോദ്യത്തിന് യാതൊരു മറുപടിയും എമിൽ പറയാൻ തയ്യാറല്ലായിരുന്നു. ഇതുകൂടെ ആയപ്പോൾ അതിന്റെ ഫ്രസ്ട്രേഷനിൽ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി എല്ലാം അവനെ നന്നായിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അവന്റെ വായിലേക്ക് ഒരു ഓസ് നിറയെ വെള്ളം കുത്തി കയറ്റുകയായിരുന്നു.
അങ്ങനെ പല വിധത്തിലുള്ള ടോർച്ചറിംഗ് ആണ് എമിലിന് അവിടെ നേരിടേണ്ടി വന്നത്. അങ്ങനെ ടോർച്ചറിങ്ങിന്റെ ഇടയിൽ എമിലിന് നിലത്ത് നിന്ന് ഒരു മെറ്റൽ പീസ് കിട്ടുകയാണ്. സെക്യൂരിറ്റി ഗാർഡ്സ് ഒന്നും അറിയാതെ തന്നെ അവനത് അവന്റെ കയ്യിൽ ഒതുക്കി വെച്ചു. അങ്ങനെ ആ ഒരു ടോർച്ചറിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന എമില് റേയുമായിട്ട് കണ്ടുമുട്ടുകയായിരുന്നു. എമിലെങ്ങനെ അവന് കിട്ടിയ ആ ഒരു മെറ്റൽ പീസ് റേയ്ക്ക് കൈമാറി. പക്ഷേ അതിന് പ്രത്യുപകാരമായിട്ട് എമില് മറ്റൊരു കാര്യമാണ് റേയോട് ആവശ്യപ്പെട്ടത്. ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള നിന്റെ പ്ലാൻ എന്താണ്, അതെന്നോട് തുറന്നു പറയണം. അങ്ങനെ റേ അവന്റെ വ്യക്തമായിട്ടുള്ള പ്ലാൻ എമിലിനോട് തുറന്നു പറയുകയാണ്. ആ ഒരു ടോർച്ചർ ചാമ്പറിലായിരുന്നപ്പോൾ ഞാൻ ഈ ഒരു പ്രിസണും ഈ ഒരു ജയിലും ഇതിന്റെ സ്ട്രക്ചർ നന്നായിട്ട് ഞാൻ പഠിക്കുകയായിരുന്നു. ആ ഒരു പഠനത്തിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഏതോ ഒരു അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റിലാണ് ഇപ്പോൾ ഈ ഒരു ജയിലായിരിക്കുന്നത്. ആ ഒരു സ്റ്റീൽ സ്ട്രക്ചറിന്റെ ബോൾട്ടൊക്കെ ഊരി അതിനുള്ളിൽ കയറാൻ സാധിക്കുകയാണെങ്കിൽ ഏതു വിധേനയും ഇതിന്റെ മുകളിലേക്ക് എത്താനായിട്ട് എനിക്ക് സാധിക്കും. അങ്ങനെ അധികം കഷ്ടപ്പാടില്ലാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് റേ എമിലിനോട് പറയുകയാണ്. അങ്ങനെ റേയുടെ ഈ ഒരു പ്ലാനൊക്കെ കേട്ടപ്പോൾ അവന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എമിലിനും ജയിൽ ചാടാൻ സാധിക്കുമെന്ന് എമിലിനും മനസ്സിലാക്കുകയാണ്. ഏതായാലും റേയ്ക്ക് ഒരു തവണ കൂടെ ആ ഒരു ഐസൊലേഷൻ ചാമ്പറിൽ കയറി ചെല്ലണം. അവിടേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണം. അതുകൊണ്ട് റേയും എമിലും പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഫൈറ്റിന്റെ ഒടുവിൽ റേ വിചാരിച്ചതുപോലെ തന്നെ രണ്ടുപേരെയും ഐസൊലേഷൻ ചാമ്പറിലേക്ക് കൊണ്ടുപോവുകയാണ്. റേയുടെ ആവശ്യവും അതുതന്നെയായിരുന്നു. ഐസൊലേഷൻ ചാമ്പറിൽ കയറിയ ഉടനെ തന്നെ റേ അവന്റെ കയ്യിലുള്ള ആ ഒരു മെറ്റൽ പീസ് ഉപയോഗിച്ച് ആ ഒരു ചാമ്പറിന്റെ ഫ്ലോറിലുള്ള ആ ഒരു സ്റ്റീലിന്റെ ബോൾട്ടുകൾ അഴിക്കാൻ നോക്കുകയാണ്. ക്യാമറയിൽ കൂടെ സെക്യൂരിറ്റി ഗാർഡ്സ് കാണാത്ത രീതിയിൽ ഒരു പ്രത്യേക ആംഗിളിൽ ഇരുന്നാണ് റേ ആ ഒരു ബോൾട്ടൊക്കെ അഴിച്ചത്. അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു സ്റ്റീൽ അവൻ എങ്ങനെ അഴിച്ചെടുത്തു. പക്ഷേ പുറത്തുള്ള ആ ഒരു സെക്യൂരിറ്റി ഗാർഡ്സിനെ അവരെങ്ങനെയെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്താൽ മാത്രമേ ഇതിലൂടെ പുറത്തേക്ക് പോകാൻ കഴിയത്തുള്ളൂ. റേ അതുകൊണ്ട് ആ ഒരു ചാമ്പറിന്റെ സൈഡിൽ കൊട്ടി ആ ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് തുറന്ന കാര്യം എമിലിനെ അറിയിക്കുകയാണ്. പുറത്തുള്ള സെക്യൂരിറ്റി ഗാർഡ്സിനെ പിന്തിരിപ്പിക്കാൻ എമിലാകട്ടെ അവിടെ നിന്ന് അലറി കരയുകയായിരുന്നു. അങ്ങനെ പുറത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാം ശ്രദ്ധ തിരിഞ്ഞ് നേരെ എമിലിന്റെ അടുത്തേക്ക് പോയി. ഈ ഒരു സമയം മുതലാക്കി റേ ആ ഒരു തുറന്ന വെന്റിലൂടെ അകത്തേക്ക് കയറുകയാണ്. അകത്തുണ്ടായിരുന്ന ഒരു വലിയ ഏണി വഴി അവന് മുകളിലേക്ക് എത്തണം. അങ്ങനെ മുകളിലേക്ക് പിടിച്ചു കയറുന്നതിനിടയിലാണ് റേയുടെ കാല് തട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു പൈപ്പ് പൊട്ടിപ്പോയത്. റേ ആകട്ടെ അതൊന്നും കാര്യമാക്കാതെ മുകളിലേക്ക് നടന്നു കയറുകയായിരുന്നു. അങ്ങനെ അവസാനം മുകളിലെത്തി അതിന്റെ വാതിലും തുറന്ന് അവൻ പുറത്തേക്ക് തലയിട്ട് നോക്കിയപ്പോഴാണ് റേ പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയത്. കാരണം അവന്റെ ചുറ്റും അവൻ നോക്കിയപ്പോൾ വെറും വെള്ളം മാത്രമാണ്. ഈ ഒരു പ്രിസൺ, ഈ ഒരു ജയില് ഒരു കരയിലാണെന്നായിരുന്നു റേ വിചാരിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു വലിയ കാർഗോ ഷിപ്പിനുള്ളിലായിരുന്നു ഈ ഒരു ജയിൽ ഉണ്ടായിരുന്നത്. ആ ഒരു കാർഗോ ഷിപ്പാകട്ടെ കടലിന്റെ ഒത്ത നടുവിലും. ഇത്രയും കഷ്ടപ്പെട്ട് മുകളിൽ വരെ എത്തിയിട്ട് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാണെന്ന് റേ ആലോചിച്ചു. മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് തിരികെ താഴേക്കിറങ്ങി അവന്റെ ആ ഒരു ചാമ്പറിലേക്ക് ചെല്ലാൻ അവൻ തീരുമാനിക്കുകയാണ്. എന്നാൽ ഇറങ്ങുന്ന ആ ഒരു വഴിയിലാണ് മുൻപ് പൊട്ടിയ ആ ഒരു പൈപ്പ് കാരണം അവിടെയെങ്ങും വെള്ളം നിറഞ്ഞിരിക്കുകയായിരുന്നു. പൈപ്പ് പൊട്ടി വിവരമറിഞ്ഞ് സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാം അതിന്റെ പുറകെ തന്നെ പോയി. അതുകൊണ്ട് സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ഒന്നും ശ്രദ്ധ പറ്റാതെ തന്നെ ഒരു വിധത്തിൽ തിരികെ ആ ഒരു ഐസൊലേഷൻ ചാമ്പറിലേക്ക് റേയ്ക്ക് കയറി കൂടാൻ പറ്റി. ഇതേ സമയത്ത് തന്നെ റേയുടെ കൂട്ടുകാരായിട്ടുള്ള അബിഗയിലും ഹഷും അവനെ കാണാതായ കാര്യവും അവന്റെ ലൊക്കേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന കാര്യവും ഇരുവരും ചെന്ന് ലെസ്റ്ററിനോട് ഇന്ന് പറയുകയായിരുന്നു. റേ പോയിട്ട് കുറേ ദിവസമായി. അവന്റെ യഥാർത്ഥത്തിലുള്ള ലൊക്കേഷൻ ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുമാത്രമല്ല അവന് പേയ്മെന്റ് ആയിട്ട് വന്ന ആ ഒരു ചെക്ക് ബൗൺസ് ആയിരിക്കുകയാണ്. അവൻ പോയ ആ ഒരു ജയിലിന്റെ ഏജന്റ് ആയിട്ടുള്ള ജെസീക്കനെ പറ്റിയും യാതൊരു വിവരവുമില്ല. അവളെ കോണ്ടാക്ട് ചെയ്തിട്ടും അവളെ കിട്ടുന്നില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് റേനെ വീണ്ടെടുക്കണം, അവന്റെ ലൊക്കേഷൻ അറിയണമെന്ന് ഹഷും അബിഗയിലും ലെസ്റ്ററിനോട് പറഞ്ഞു. എന്നാൽ ലെസ്റ്റർ ഈ ഒരു കാര്യങ്ങൾ കേട്ടിട്ടും ലെസ്റ്ററിന് യാതൊരു ഭാവമാറ്റവും ഇല്ലായിരുന്നു. റേ അവന് കൊടുത്ത ടാസ്ക് പൂർത്തിയാക്കാൻ പോയിരിക്കുന്നതാണ്. അവനെപ്പറ്റി ചിന്തിച്ച് നിങ്ങൾ വെറീഡ് ആവണ്ടെന്ന് ലെസ്റ്റർ അവരോട് പറഞ്ഞു. അങ്ങനെ ഇരുവരും ലെസ്റ്ററിന്റെ അടുത്ത് നിന്ന് ഇറങ്ങി പോവുകയാണ്. ഈ ഒരു സമയത്താണ് ലെസ്റ്ററിന് ഒരു ഫോൺ കോൾ വന്നത്. ലെസ്റ്ററിന്റെ ആ ഒരു കോളിലുണ്ടായിരുന്നത് വേറെ ആരുമല്ല, പ്രിസൺ വാർഡനായിട്ടുള്ള ഹോപ്സ് ആയിരുന്നു. അതായത് റേ കിടക്കുന്ന ആ ഒരു പ്രിസന്റെ വാർഡൻ. ഇപ്പോഴാണ് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. റേനെ പൂട്ടിയിട്ടതിന്റെ യഥാർത്ഥ കാരണക്കാരൻ ലെസ്റ്റർ ആയിരുന്നു. ലെസ്റ്ററും റേയും തുടങ്ങിയ ആ ഒരു കമ്പനി അവൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകണമായിരുന്നു. അതിനായിട്ട് റേനെ ഇവിടെ നിന്ന് ഇല്ലാതാക്കണം. റേനെ മാറ്റി നിർത്താനായിട്ട് ലെസ്റ്റർ കണ്ടുപിടിച്ച ഒരു മാർഗമായിരുന്നു ആ ഒരു ജയിലിൽ കൊണ്ടുവിടുക എന്നത്. എന്തു വിധേനയും റേനെ അവന്റെ ജീവിതാവസാനം വരെ ആ ഒരു ജയിലിൽ തന്നെ പൂട്ടിയിടാനായിട്ട് റേ ആ ഒരു പ്രിസൺ വാർഡനോട് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് റേയുടെ കൂട്ടുകാരനായിട്ടുള്ള ഹഷ് റേ ഇപ്പോഴുള്ള അവന്റെ ലൊക്കേഷൻ ഏതാണെന്ന് അവൻ പരമാവധി കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് ദ ടൂംബ് എന്ന് പറയുന്ന ഒരു ജയിലിനെ പറ്റി ഹഷ് കേൾക്കാനും അറിയാനും ഇടയായത്. അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ പരിശോധിച്ചപ്പോൾ അവിടേക്ക് തന്നെയാണ് റേ പോയിട്ടുള്ളതെന്നും അവന് മനസ്സിലായി. എന്നാൽ ദ ടൂംബ് എന്ന ആ ഒരു പ്രിസന്റെ ലൊക്കേഷൻ അത് ആർക്കും അറിയത്തില്ല. സത്യത്തിൽ പണക്കാരായിട്ടുള്ള കുറേ പേർ ഇല്ലീഗലായിട്ട് തുടങ്ങിയ ഒരു ജയിലാണത്.
അവർക്ക് വെറുപ്പുള്ളവരോടും അവരുടെ ശത്രുക്കളെയും എന്നേക്കുമായിട്ട് പൂട്ടിയിടാനായിട്ട് അവർ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ആ ഒരു പ്രിസൺ. ഇതേസമയം ജയിലിലുള്ള റേയും എമിലും അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ്സിനെല്ലാം നിരന്തരം ഒബ്സർവ് ചെയ്യുകയാണ്. എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. കാരണം എല്ലാ സെക്യൂരിറ്റി ഗാർഡ്സും ഒരേപോലെ തന്നെ മാസ്ക് ധരിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവരുടെ ഷെഡ്യൂൾ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒരു ഇൻഫർമേഷനും അവർക്ക് ലഭിച്ചില്ല. എന്നാലും അവർക്ക് രണ്ടുപേർക്കും പറ്റുന്നതുപോലെ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ഷെഡ്യൂളും അവരുടെ റൂട്ടീനും അവർ എങ്ങനെയൊക്കെയോ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് ഒന്നും ആകില്ല. ഈ ഒരു കപ്പലുള്ള അതിന്റെ ലൊക്കേഷൻ ഏതാണെന്ന് റേക്ക് തിരിച്ചറിയണം. അതിനുവേണ്ടി റേ അവൻ മുൻപ് കണ്ട ആ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് ചെല്ലുകയായിരുന്നു. അവന്റെ ഹെൽത്ത് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടെന്ന രീതിയിലാണ് അവന് ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് ഡോക്ടറിനോട് ആ ലൊക്കേഷൻ അവൻ ചോദിച്ചെങ്കിലും ഡോക്ടർ ആ ഒരു സമയവും അവനോട് തുറന്നു പറഞ്ഞില്ല. ലൊക്കേഷൻ കിട്ടിയില്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് റേ ആരും അറിയാതെ അവന്റെ പോക്കറ്റിലേക്ക് കയറ്റി വെക്കുകയാണ്. റേ ആകട്ടെ ആ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തത് സെക്സ്റ്റന്റ് എന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കാനായിട്ടാണ്. കടലിൽ യാത്ര ചെയ്യുമ്പോൾ ലൊക്കേഷനും ലാറ്റിറ്റ്യൂഡും ഒക്കെ അറിയാനുള്ള ഒരു പ്രത്യേക ഡിവൈസാണ് ഈ ഒരു സെക്സ്റ്റന്റ്. എന്നാൽ ഇത് ഉപയോഗിക്കണമെങ്കിൽ ഷിപ്പിന്റെ ഡെക്കിലേക്ക് കയറി ചെല്ലണം. റേക്ക് ഏതായാലും അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവനറിയാം. അതും കിട്ടാതെ വന്നപ്പോൾ ആ ജയിലിലെ മറ്റൊരു തടവ് പുള്ളിയായിട്ടുള്ള ജാവദ് എന്ന ഒരു മുസ്ലിംകാരന്റെ സഹായം തേടുകയാണ്. അങ്ങനെ അവരുടെ ആവശ്യം എന്താണെന്നും അവരുടെ പ്ലാൻ എന്താണെന്നും റേ ജാവദിനോട് പറഞ്ഞു. ജാവദ് ഏതായാലും സഹായിക്കാമെന്ന് അവർക്ക് ഉറപ്പ് നൽകുകയാണ്. അങ്ങനെയാണ് റേ ജാവദിന്റെ സഹായം തേടുന്നത്. അങ്ങനെ ജാവദ് പ്രിസൺ വാർഡനായിട്ടുള്ള ഹോബ്സിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഹോബ്സിന്റെ അടുത്ത് ജാവദ് ഒരു കാര്യം പറഞ്ഞു. ജയിലിലുള്ള റേനെ സ്പൈ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. അതായത് റേ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പ്രിസൺ വാർഡനായിട്ടുള്ള ഹോബ്സിനോട് പറയാനായിട്ട് ജാവദ് നിൽക്കാമെന്ന് പറയുകയാണ്. പക്ഷേ പ്രത്യുപകാരമായിട്ട് ജാവദിന് ഷിപ്പിന്റെ ഡെക്കിലേക്ക് ചെല്ലണം. ജാവദ് ഒരു മുസ്ലിം ആയതുകൊണ്ട് അവന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു തുറന്ന സ്ഥലം ആവശ്യമായിരുന്നു. ഈ ഒരു ആവശ്യമാണ് ജാവദ് ഹോബ്സിനോട് പറഞ്ഞത്. ഏതായാലും ജാവദിന്റെ ആവശ്യം ഹോബ്സ് സമ്മതിച്ചു കൊടുക്കുകയാണ്. എന്നാൽ റേയുടെ സ്പൈ ആയിട്ട് നിൽക്കാമെന്ന് ജാവദ് വെറുതെ ഹോബ്സിനോട് പറഞ്ഞതായിരുന്നു. ഷിപ്പിന്റെ മുകളിലെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ജാവദ് ആ ഒരു കള്ളം പറഞ്ഞത്. അങ്ങനെ ആ ദിവസം രാത്രി ജാവദ് ഷിപ്പിന്റെ ഡെക്കിലേക്ക് ചെന്ന് ആ ഒരു സെക്സ്റ്റന്റ് എന്ന ആ ഒരു ഡിവൈസ് യൂസ് ചെയ്യുകയാണ്. അങ്ങനെ ഷിപ്പിന്റെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ജാവദിന് കിട്ടുകയാണ്. ഈ രണ്ട് ഇൻഫോർമേഷന്റെ സഹായത്തോടു കൂടെ തന്നെ കപ്പലിപ്പോൾ എവിടെയാണെന്ന് റേയും മനസ്സിലാക്കിയെടുക്കുകയാണ്. പസഫിക് സമുദ്രത്തിലെ മൊറോക്കോ എന്ന ദ്വീപിന് തൊട്ടടുത്താണ് ഇപ്പോൾ ആ ഒരു കപ്പലുള്ളത്. അങ്ങനെ റേയും എമിലും ഒരുമിച്ചിരുന്ന് ഈ ഒരു ലൊക്കേഷനെ പറ്റി സംസാരിക്കുകയായിരുന്നു. മൊറോക്കോ എന്ന ഐലൻഡിന്റെ തൊട്ടടുത്താണ് ഇപ്പോൾ കപ്പലുള്ളത്. എന്നാൽ ആ ഒരു ലൊക്കേഷൻ കൃത്യമാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ എസ്കേപ്പ് പ്ലാൻ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എമിൽ റേയോട് പറയുകയാണ്. അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടെ എമിൽ റേയോട് പറഞ്ഞു. എമിലിനറിയാവുന്ന അവൻ്റെ കുറച്ച് കൂട്ടുകാർ മൊറോക്കോയിലുണ്ട്. ഈ ഒരു കപ്പലിനെ പറ്റിയും ഇവർ കുടുങ്ങിയ ഈ ഒരു കാര്യത്തെപ്പറ്റിയും തൻ്റെ കൂട്ടുകാരോട് എങ്ങനെയെങ്കിലും അറിയിക്കാൻ പറ്റുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും സഹായിക്കുമെന്ന് എമിൽ റേയോട് പറഞ്ഞു. പക്ഷേ അവരെ എങ്ങനെയെങ്കിലും ഈ ഒരു വിവരം അറിയിക്കണം. അങ്ങനെ അതിനുവേണ്ടി ഒരു വഴിയൊരുക്കാനായിട്ട് റേ ആ ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പിന്നീട് ചെല്ലുകയാണ്. ഈ തവണ ഏതായാലും റേ ഡോക്ടറിൻ്റെ സഹായം തേടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറഞ്ഞ് റേ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഡോക്ടറിനോട് അങ്ങനെ അവൻ്റെ ആവശ്യം പറയുകയാണ്. എന്നാൽ ഈ ഒരു തവണ ഡോക്ടർ അവനെ സഹായിക്കുമെന്ന് ഉറപ്പ് നൽകി. അങ്ങനെ എമിൽ കൊടുത്ത എമിലിൻ്റെ കൂട്ടുകാരൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് കപ്പലിൻ്റെ ലൊക്കേഷനും അതിൻ്റെ കാര്യങ്ങളുമെല്ലാം ആ ഒരു ഡോക്ടർ മെയിൽ അയക്കുകയാണ്. അങ്ങനെ ജയിലിൽ ചാടാനുള്ള ആ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ആദ്യമേ തന്നെ അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡ്സിനെല്ലാം ഡിസ്ട്രാക്ട് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടി ജാവദ് പ്രിസൺ വാർഡനായിട്ടുള്ള ഹോബ്സിന് ഒരു തെറ്റായ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. ജയിലിൻ്റെ സെക്ഷൻ എയിൽ മിക്കവാറും ഒരു കലാപം അല്ലെങ്കിൽ ഒരു ബഹളം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് ആൾക്കാരെ അങ്ങോട്ടേക്ക് വിടുകയാണെങ്കിൽ അത് തടയാൻ പറ്റുമെന്ന് ജാവദ് ഒരു ഇൻഫോർമേഷൻ ഹോബ്സിന് കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ്സിനെ എല്ലാവരെയും ഹോബ്സ് സെക്ഷൻ എയിലേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നാൽ ഗാർഡ്സ് എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ബാബിലോൺ എന്ന ആ ഒരു ഏരിയയിൽ 2 സെക്യൂരിറ്റി ഗാർഡ്സ് മാത്രമേ ഉള്ളൂ. ഇതുതന്നെയാണ് കൃത്യസമയം. ഇത് മനസ്സിലാക്കിയ റേയും എമിലും ബാബിലോൺ ഏരിയയിൽ ഒരു ഫൈറ്റ് തുടങ്ങുകയാണ്. ഇവരുടെ പുറകെ തന്നെ ബാക്കിയുള്ള ജയിൽ പുള്ളികളെല്ലാം പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെയാണെങ്കിൽ 2 സെക്യൂരിറ്റി ഗാർഡ്സ് മാത്രമേ ഉള്ളൂ. ഈ ഒരു അടിപിടിയാണെങ്കിൽ തടഞ്ഞു നിർത്താനായിട്ട് ആ ഒരു സെക്യൂരിറ്റി ഗാർഡ്സിനും പറ്റുന്നില്ല. ഈ ഒരു സമയം മനസ്സിലാക്കി റേയും എമിലും ജാവദും അവിടെ നിന്ന് സ്കൂട്ടാവുകയാണ്. മുകളിലെ ആ ഒരു ഡെക്കിലേക്കുള്ള ആ ഒരു ഗോവണി 3 പേരും വലിഞ്ഞു കയറാൻ തുടങ്ങി. എന്നാൽ ഈ ഒരു സമയം കൊണ്ട് തന്നെ പ്രിസൺ വാർഡനായിട്ടുള്ള ഹോബ്സ് അവന് പറ്റിയ അബദ്ധം മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഉടൻ തന്നെ ഹോബ്സ് ആ ഒരു ജയിലിലെങ്ങും ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ചുറ്റുമുള്ള വാതിലും ജനലും വെന്റുമെല്ലാം അടയുകയാണ്. റേയും എമിലും ആകട്ടെ ആ ഒരു ഡെക്കിന്റെ വാതിലിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും ആ ഒരു വാതിലും അടയുകയാണ്. ഇനി രക്ഷപ്പെടാനായിട്ട് യാതൊരു മാർഗവുമില്ലെന്ന് 3 പേരും മനസ്സിലാക്കിയപ്പോഴാണ് എമിലിന്റെ കൂട്ടുകാർ
അവർക്ക് കിട്ടിയ ആ ഒരു ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് കപ്പലിൻ്റെ അടുത്തേക്ക് ഒരു ഹെലികോപ്റ്ററിൽ വന്നെത്തിയത്. എന്നാൽ വാതിലുകളെല്ലാം ലോക്ക് ആയതുകൊണ്ട് അവർ 3 പേരും ഗോവണി വഴി തന്നെ താഴേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ ഇവർ നോക്കി നിൽക്കെ ഇവരുടെ അടുത്തേക്ക് സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാം ഓടിക്കൂടുകയാണ്. റേയാകട്ടെ ഇത് നേരത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അവൻ 3 തോക്കുകൾ കയ്യിൽ സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ സെക്യൂരിറ്റി ഗാർഡ്സും അവർ 3 പേരും ചേർന്ന് പരസ്പരം ഫയർ ചെയ്യുകയാണ്. അങ്ങനെ ആ 2 കൂട്ടരും തമ്മിലുള്ള ഫൈറ്റിനിടയിൽ ജാവദിന്റെ വയറിൽ വെടികൊള്ളുകയാണ്. ജാവദിന് ഇനി മുൻപോട്ടേക്ക് നീങ്ങാൻ കഴിയത്തില്ല. നമ്മൾ 3 പേരിൽ ഒരാൾ പവർ ഹൗസിന്റെ അടുത്തേക്ക് നിന്ന് പവർ കട്ട് ചെയ്യണം. റേ പവർ കട്ട് ചെയ്യാൻ പോകാമെന്നും എമിലിനോട് ജാവദിനെ നോക്കണമെന്നും പറഞ്ഞിട്ട് റേ പവർ കട്ട് ചെയ്യാനായിട്ട് പവർ ഹൗസിലേക്ക് ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് ജാവദ് എമിലിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവനും ആപത്താണ്. എനിക്കിനി സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടോളാൻ ജാവദ് പറയുകയാണ്. എന്നാൽ ആദ്യമേ എമിൽ അത് സമ്മതിച്ചില്ലെങ്കിലും എന്നാൽ അവസാനം ജാവദ് നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ എമിലിന് അവിടെ നിന്ന് മാറിപ്പോകേണ്ടി വരികയാണ്. അങ്ങനെ എമില് പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു സമയത്ത് സെക്യൂരിറ്റി ഗാർഡ്സ് ജാവദിന്റെ അടുത്തേക്ക് വന്ന് ജാവദിനെയും വെടിവെച്ചു കൊന്നു. പവർ റൂമിലേക്ക് ചെന്ന റേ ആകട്ടെ ഒരു വിധത്തിൽ കപ്പലിന്റെ മുഴുവൻ പവറും കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ലോക്ക് ചെയ്ത എല്ലാ വാതിലുകളും തുറക്കുകയാണ്. എമിലും അങ്ങനെ ആ ഒരു ഡെക്കിന്റെ വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ അതുവഴി പുറത്തേക്ക് ഇറങ്ങി. പുറത്തുള്ള ആ ഒരു ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് എമിൽ ഓടി ചെല്ലുകയാണ്. എമിലിന്റെ പുറകെ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സ് അവനെ വെടിവെച്ച് വീഴ്ത്താനും നോക്കുന്നു. എന്നാൽ ഒരു വിധത്തിൽ ഹെലികോപ്റ്ററിന്റെ അടുത്ത് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഗണ്ണെടുത്ത് എമിലും അവന്റെ കൂട്ടരും തിരികെ സെക്യൂരിറ്റി ഗാർഡ്സിനും വെടിവെച്ച് തീർക്കുന്നു. അങ്ങനെ ഹെലികോപ്റ്ററിൽ എമില് റേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. റേ ആകട്ടെ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ എല്ലാം കണ്ണു വെട്ടിച്ച് ഒരു വാട്ടർ ടാങ്കിൽ കയറി ഒളിക്കുകയാണ്. റേക്ക് വേണ്ടി എമിൽ കാത്തിരുന്നെങ്കിലും റേ വരാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ അങ്ങനെ ഹെലികോപ്റ്റർ മുകളിലേക്ക് ഉയർത്തുകയാണ്. റേ ആകട്ടെ ഈ സമയത്ത് തന്നെ അവൻ ഒളിച്ചിരുന്ന വാട്ടർ ടാങ്ക് ഫ്ലഷ് ചെയ്യുകയാണ്. അങ്ങനെ കടലിലേക്ക് പുറന്തള്ളിയ ആ ഒരു വെള്ളത്തിന്റെ കൂടെ തന്നെ റേയും പുറത്തേക്ക് പോവുകയാണ്. ഹെലികോപ്റ്ററിൽ നിന്ന് എമിലെ താഴേക്ക് നോക്കിയപ്പോൾ അതാ കടലിന്റെ മുകളിൽ റേ നീന്തി കടക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ എമില് ഒരു ലാഡർ ഉപയോഗിച്ച് റേനെ ഹെലികോപ്റ്ററിലേക്ക് വലിച്ചു കയറ്റുകയാണ്. റേ ആകട്ടെ ആ ഒരു ലാഡറിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് തന്നെ ആ ഒരു കപ്പലിന് നേരെ വെടിവെക്കുകയാണ്. കപ്പലിന്റെ ഓയിൽ ടാങ്കിലേക്ക് വെടിവെച്ച് ഹോപ്സിനെയും അവന്റെ സെക്യൂരിറ്റി ഗാർഡ്സിനെയും കപ്പലിനെ മുഴുവനായിട്ട് തന്നെ അവൻ തകർത്തു കളഞ്ഞു. അങ്ങനെ വലിയ സ്ഫോടനത്തോടെ ആ ഒരു കപ്പൽ മുങ്ങി താഴുകയാണ്. റേനെയും എമിലിനെയും രക്ഷിച്ചുകൊണ്ട് ആ ഒരു ഹെലികോപ്റ്റർ മൊറോക്കൻ ഐലൻഡിലെ ഒരു കടൽ തീരത്ത് എത്തിച്ചിരിക്കുകയാണ്. തീരത്തിറങ്ങി നിന്ന റേയും എമിലും നോക്കി നിൽക്കുമ്പോൾ അതാ അകലെ നിന്ന് ഒരു കാറ് വരുന്നു. ഇപ്പോഴാണ് കഥയിലെ ചില ട്വിസ്റ്റുകൾ നമ്മൾ കാണുന്നത്. കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് മറ്റാരുമല്ല, റേക്ക് ജയിലിൽ പോകാനായിട്ടുള്ള ആ ഒരു ഓഫർ കൊടുത്ത ജെസിക്ക എന്ന ആ ഒരു പെണ്ണാണ്. അവളെ കണ്ടപ്പോൾ റേ ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീടും റേ ഒന്നുകൂടെ ഞെട്ടിയത് ജെസിക്ക എമിലിന്റെ മകളാണെന്ന് അറിഞ്ഞപ്പോഴാണ്. അതെ, ജെസിക്ക അവളുടെ അച്ഛൻ എമിലിനെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഒരു വലിയ പദ്ധതിയായിരുന്നു ഇത്. കപ്പലിലെ ആ ഒരു ജയിലിൽ കുടുങ്ങിപ്പോയ എമിലിനെ രക്ഷിക്കാനായിട്ട് അതിന് പറ്റുന്നത് റേക്ക് മാത്രമാണെന്ന് ജെസിക്കയ്ക്ക് അറിയാമായിരുന്നു. യഥാർത്ഥത്തിൽ തൻ്റെ അച്ഛൻ എമിലിനെ രക്ഷപ്പെടുത്താനായിട്ടാണ് ജെസിക്ക റേനെ റിക്രൂട്ട് ചെയ്തത്. അങ്ങനെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് ജെസിക്ക തൻ്റെ അച്ഛൻ എമിലിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അതിനു മുൻപായിട്ട് തന്നെ ഒരു കാര്യം കൂടെ ജെസിക്ക റേയോട് വെളിപ്പെടുത്തി. ആ ഒരു ജയിലിൽ നിങ്ങൾ എത്താൻ കാരണക്കാരൻ ഞാനാണെങ്കിലും ആ ഒരു ജയിലിൽ തന്നെ കുടുങ്ങിപ്പോകാൻ കാരണക്കാരനായിട്ടുള്ളത് നിങ്ങളുടെ ബിസിനസ് പാർട്ണറായിട്ടുള്ള ലെസ്റ്ററാണ്. പുറം ലോകം കാണാത്ത രീതിയിൽ നിങ്ങൾ ആ ജയിലിൽ കുടുങ്ങിപ്പോകണമെന്ന് ആഗ്രഹിച്ചത് ലെസ്റ്ററാണ്. അതിനായിട്ട് ലെസ്റ്റർ ആകട്ടെ പ്രിസൺ വാർഡനായിട്ടുള്ള ഹോപ്സുമായിട്ട് ഒത്തുചേർന്നു. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ റേ ഒന്ന് ഞെട്ടിപ്പോവുകയായിരുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് റേ തൻ്റെ കൂട്ടുകാരായിട്ടുള്ള അബിഗേലും ഹഷുമായിട്ട് കണ്ടുമുട്ടുന്നതാണ്. അബിഗേലാകട്ടെ ലെസ്റ്റർ ചെയ്ത ചതികളെ പറ്റിയെല്ലാം റേയോട് തുറന്നു പറയുകയാണ്. ആ ഒരു ജയിലിൻ്റെ CEO ആയിട്ട് ലെസ്റ്ററിന് ഒരു ഓഫർ കിട്ടിയിരുന്നു. പക്ഷേ ആ ഒരു ജയിലിൻ്റെ സെക്യൂരിറ്റി ഒരിക്കലും തകർക്കാൻ പറ്റത്തില്ലെന്ന് അയാൾ തെളിയിക്കണം. അങ്ങനെ അതിനുവേണ്ടി അയാളുടെ കരുവായിട്ട് അയാൾ ഉപയോഗിച്ചത് തൻ്റെ ബിസിനസ് പാർട്ണറായിട്ടുള്ള റേനെയാണ്. ആ ജയിലിൽ നിന്ന് റേ പുറത്തിറങ്ങിയ കാര്യം ലെസ്റ്റർ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റേയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ലെസ്റ്റർ നാട് വിടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ റേയുടെ കൂട്ടുകാരനായിട്ടുള്ള ഹഷ് ആകട്ടെ അവൻ്റെ ലൊക്കേഷൻ തേടി കണ്ടുപിടിച്ച് അവൻ്റെ കാറിൽ വെച്ച് തന്നെ ഹഷ് അവനെ കിഡ്നാപ്പ് ചെയ്യുകയാണ്. പിന്നീട് ലെസ്റ്റർ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ കാറിനകത്ത് തന്നെയാണ്. എന്നാൽ അകലെ നിന്ന് നമ്മളെ കാണിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ ഒരു കാറാകട്ടെ വലിയൊരു കാർഗോ ഷിപ്പിലെ ഒരു കണ്ടെയ്നറിലും. അങ്ങനെ ഈ ഒരു കഥയുടെ അവസാനം റേ അവന് കിട്ടിയ പണിയെല്ലാം ചേർത്ത് ലെസ്റ്ററിന് തിരികെ കൊടുക്കുകയാണ്. കാർഗോ ഷിപ്പിൽ കുടുങ്ങിപ്പോയ ലെസ്റ്ററിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്.